ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിത്യ തോമസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ OET പഠിക്കാൻ പോയപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള ചേച്ചിമാർ പറഞ്ഞാണ്. അങ്ങനെ ചേച്ചിമാർ എനിക്ക് ഉടമ്പടി ധ്യാനത്തിൻ്റെ ലിങ്കും സാക്ഷിയൊക്കെ അയച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ എങ്ങനെ വരും എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആ ചേച്ചിമാരുടെ കൂടാണ് ഞാനിവിടെ വന്നത്. ഞാൻ ആദ്യം വന്നത് ഇവിടുന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് കരുതിയാണ് വന്നത്. പക്ഷേങ്കിൽ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ പോയി ഉടമ്പടി എടുത്തു. OET എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്ക് ഒരു കാശ് രൂപം പ്രാർത്ഥിച്ചു തന്നിരുന്നു. ഞാൻ ആ കാശ് രൂപം മുറുകെ പിടിച്ചാണ് ഞാൻ OET എക്സാം എഴുതിയത്. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. ഒരു മൊഡ്യൂൾ കിട്ടിയിരുന്നില്ല. കാരണം ഞാൻ ആ സമയത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം പ്രേക്ഷിത പ്രവർത്തനങ്ങളോ കാരുണ്യ പ്രവൃത്തികളോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. വീണ്ടും ഞാൻ ഉടമ്പടി നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അച്ഛൻ തന്ന കാശ് രൂപമൊക്കെ കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുതി. വീണ്ടും ഞാൻ OET എക്സാം പാസ്സായി. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ OET എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് മാതാവ് എനിക്ക് സ്വപ്നത്തിലൂടെ ഞാൻ OET എക്സാം പാസ്സാകുന്നതായി കാണിച്ചു തന്നിരുന്നു. സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്. ആദ്യത്തെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ്. വീണ്ടും രണ്ടാമതൊരു സ്വപ്നം ഞാൻ കണ്ടത് ഞാൻ അച്ഛനെ കാണാനായിട്ട് ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു അമ്മ വരുന്നു. ആ അമ്മ എൻ്റെ അടുത്ത്, എനിക്ക് ആ അമ്മ അറിയില്ല. ആ അമ്മ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ പേര് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ അമ്മ എൻ്റെ അടുത്തുനിന്ന് പോയി. വീണ്ടും ഞാൻ അച്ഛനെ കാണാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അച്ഛൻ എന്തോ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എവിടെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് അച്ഛൻ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകുന്നു. അപ്പം ഞാൻ അവിടേക്ക് ചെന്ന് അച്ഛനെ കാണാനായിട്ട് പോകുമ്പോൾ അച്ഛൻ പറയുന്നു, അമ്മ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി, അമ്മ മാതാവ് എല്ലാം നടത്തി തരും എന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി. ഞാൻ അവിടെയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആദ്യം കണ്ട ആ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതല്ലേ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ കാശ് രൂപം കയ്യിൽ കാണിച്ചു തന്നു. എന്നിട്ട് ആ കാശ് രൂപം എൻ്റെ കൈ തിരിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വേഗം അകത്തേക്ക് ചെന്ന് പ്രാർത്ഥിക്ക്, നിൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന്. അങ്ങനെ ഞാൻ അകത്തേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ കാണുന്നത് പള്ളിയുടെ മുകളിലുള്ള ഒരു കുരിശും ആകാശത്ത് അമ്മയുടെ കളറായ ഗ്രേ കളറിൽ മേഘങ്ങൾ ഒന്നിച്ചു കൂടുന്നതുമായിട്ടാണ് കാണുന്നത്. വീണ്ടും ഞാനൊരു സ്വപ്നം കണ്ടത് എൻ്റെ OET എക്സാം റിസൾട്ട് വരുന്നത് ഞാനൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്താണ്. അതേപോലെ തന്നെ എൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്താണ് എൻ്റെ റിസൾട്ട് വരുന്നതും ഞാൻ പാസ്സായി എന്നറിയുന്നതും. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് സ്വപ്നത്തിലൂടെ അതെല്ലാം കാണിച്ചു തന്നു. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് ആയിരുന്നു. ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിൽ ഒരുപാട് ഡിലേ എനിക്ക് വന്നിരുന്നു. ഏകദേശം ഒരു 3 മാസം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിങ് എനിക്കൊരു 8 മാസമായിട്ട് നടക്കാതെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. പോയി ഒരു കുറച്ച് ദിവസത്തിന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. അമ്മ മാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. അമ്മ മാതാവിൻ്റെ മുഖത്ത് നല്ല പ്രകാശത്തോടെ ഗ്രേ കളറിൽ അമ്മ മാതാവ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടും അമ്മ മാതാവ് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ടുമാണ് ഞാൻ കണ്ടത്. അങ്ങനെ അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഡിലേ ആയത് കാരണം എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുകയും എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ അയച്ചിരുന്ന ഒരു പേപ്പർ മിസ്സായിപ്പോയതായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ആ പേപ്പർ അയക്കുകയും അതവിടെ എത്തിക്കഴിഞ്ഞ് വെറും 3 ദിവസത്തിനുള്ളിൽ എൻ്റെ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് കിട്ടുകയും ചെയ്തു. അത് വലിയൊരു അത്ഭുതമെന്ന് പറയാൻ കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനും ഇതേപോലെ ഡോക്യുമെൻറ്റ്സ് മിസ്സായിട്ട് അവർ വീണ്ടും അയച്ചപ്പോൾ അവരുടെ ഫൈനൽ റിപ്പോർട്ട് വന്നത് 1 മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. ആ സ്ഥാനത്താണ് എൻ്റെ വെറും 3 ദിവസത്തിനുള്ളിൽ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയത്. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ
അമ്മ മാതാവിലും ഈശോയിലും സമർപ്പിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അമ്മ മാതാവ് ഈശോയുടെ അനുഗ്രഹത്താൽ മുമ്പോട്ടുള്ള പ്രോസസ്സിങ് എല്ലാം വളരെ പെട്ടെന്ന് നടക്കുകയും ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ന്യൂസിലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ക്യാപ് പ്രോഗ്രാം ചെയ്യാനുണ്ട്. അതിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ അനുഗ്രഹമാണ് ഉണ്ടായത്. കാരണം ഏകദേശം ഒരു 22 പേരോളം ജൂൺ ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്തിരുന്നു. അതിൽ വെറും 8 പേർക്കാണ് ഇൻടേക്ക് സെലക്ട് ആയത്. ആ 8 പേരിൽ ഒരാൾ ഞാനുമാണ്. സോ അതെല്ലാം എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ ഞാൻ ഈ ഞായറാഴ്ച ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ആശുപത്രിയിൽ പോയി രോഗികളെ കാണുമായിരുന്നു. അങ്ങനെ ഞാൻ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ആൻറ്റി 6 മാസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആൻറ്റിയെ കണ്ടപ്പോൾ ഞാൻ ആൻറ്റിയെ അടുത്ത് കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും പത്രം കൊടുക്കുകയും ഇവിടെ വന്നപ്പോൾ ഞാൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വീണ്ടും ഞാൻ ചെന്നപ്പം ഉടമ്പടി തൈലം ആൻറ്റിയുടെ കാലിൽ, ആൻറ്റിക്ക് അരയ്ക്ക് കീഴ്പോട്ടേക്ക് തളർന്ന് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ആൻറ്റിയുടെ കാലിലേക്ക് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. ആൻറ്റിക്ക് മൊബൈലിൽ ഞാൻ കൃപാസനത്തിൻ്റെ ലിങ്കൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയും ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു ധ്യാനം കൂടണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ചെന്നപ്പോഴൊക്കെ ആൻറ്റി പറഞ്ഞത് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ആൻറ്റിക്ക് പിടിച്ചെഴുന്നേറ്റിരിക്കാൻ, കട്ടിലിൽ പിടിച്ചെഴുന്നേറ്റിരിക്കാൻ പറ്റി, പിന്നെ പിടിച്ച് പതിയെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, പിടിച്ച് പതിയെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോയും എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.